അപ്പോൾ ഈ സീക്വൽ മാത്രമാണ് ഈ 9 കുട്ടികളെ കെയർ ചെയ്യാൻ ഒരു ടീച്ചർ. അവധി ദിവസങ്ങളിൽ പോലും കുട്ടികൾ സ്കൂളിൽ വരാൻ ഒരു കുട്ടിയും വെറുതെ ഇരിക്കുന്നില്ല. അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസിന് വേണ്ടിയിട്ടുള്ള ആ കാര്യങ്ങളും ഒന്നും ആകെ ചില മലയോര മേഖലയിലുള്ള ആളുകൾ ആ ഒരു ജന്മസൗഭാഗ്യം കൊണ്ടാണ് സ്പോർട്സിലൊക്കെ മികച്ചു നിൽക്കുന്നത്. മികച്ചവർ മാത്രമേ ഉള്ള പരിശീലനമായിട്ടുള്ളൂ. എല്ലാവർക്കും ഇത് നിർബന്ധമാണെന്നുള്ളത് വരുന്നില്ല. അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനും അങ്ങനെയാണ്, എല്ലാ മേഖലയിലും അങ്ങനെയാണ് വരുന്നത്. ഉള്ളവൻ ഇങ്ങനെ വികസിച്ച് വരിക എന്നുള്ളതല്ലാതെ എല്ലാ കുട്ടികൾക്കും ഇതിന് അവകാശമുണ്ട്. അവർക്ക് അതിനനുസരിച്ച്, അതായത് ഓരോ കുട്ടിയുടെ റൈറ്റാണ് ശരിയായിട്ടുള്ള വിദ്യാഭ്യാസം കിട്ടുക, അതിന് അവസരങ്ങൾ കിട്ടുക. അപ്പോൾ ഈ ഒരു റൈറ്റ് ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഐക്യരാഷ്ട്രസഭ പ്രീ സ്കൂളുകൾ വ്യാപകമാക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഇതിൻ്റെ ഒരു ന്യായമാണ്, പ്രീ സ്കൂളുകളുടെ ഒരു ന്യായമാണ്, കുട്ടികളുടെ റൈറ്റ് അത് ഉറപ്പുവരുത്താൻ. ഇപ്പോൾ പ്രീ സ്കൂൾ ചെയ്യുന്ന ഒരു മഹത്തായ കാര്യം എന്ന് പറയുന്നത്, ഈ പ്രീ സ്കൂളിലെ ഒരു 27 കുട്ടികളൊക്കെ ആയിട്ടൊരു ക്ലാസ്സിനെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. ആ 27 കുട്ടികളെ എന്താ പറയുക, അവർക്ക് കെയറിങ് കൊടുക്കാനായിട്ട് 3 ടീച്ചേഴ്സ് അറ്റ് എ ടൈം. സിക്യൂല് നമ്മൾ പിന്നെ മഹത്തായ ഒരു സീക്വല് 9 കുട്ടികൾക്ക് ഒരു ടീച്ചർ. അതെ, സിക്യൂവിൻ്റെ ഒരു പ്രത്യേകത, സിക്യൂവിൻ്റെ മാത്രമേ പ്രത്യേകതയായിട്ടാണ് ഞാൻ തോന്നുന്നത്. എനിക്ക് കേരളത്തിലെ ഒരുപാട് ഏജൻസികളുമായിട്ട് എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ ഈ സിക്യൂല് മാത്രമാണ് ഈ 9 കുട്ടികളെ കെയർ ചെയ്യാൻ ഒരു ടീച്ചർ എന്ന നിലയിൽ വിന്യസിച്ചിരിക്കുന്നത്. അതായത് ഓരോ കുട്ടിക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടും എന്ന് നമ്മൾ ഇതിലൂടെ ഉറപ്പ് വരുത്തുകയാണ്. മാത്രമല്ല ഇതിൽ തന്നെ ടീച്ചേഴ്സിനും ഒരു ടീം ടീച്ചിങ്ങിൻ്റെ ഒരു സൈക്കോളജി, അതിൻ്റെ ഒരു പെഡഗോജി, അത് നമ്മൾ അവരെ പരിശീലിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ടീച്ചർ ഡോമിനൻ്റ് ആവുക, മറ്റ് ടീച്ചേഴ്സ് സഹായികളാകുക എന്നുള്ളതല്ല. ഒരേ തരംഗ ദൈർഘ്യത്തിൽ എല്ലാ ടീച്ചേഴ്സും ഈ കുട്ടികളെ ഡെവലപ്മെൻറ്റിൽ പങ്കാളികളാവുന്നു, കുട്ടികൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് ഉറപ്പ് വരുത്തുന്നു. അത് ഒരു വൺ വേ അല്ല നമ്മളുടെ ക്ലാസ് റൂമുകൾ. അത് കുട്ടികൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, കുട്ടികളും ടീച്ചറും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അങ്ങനെയുള്ള ഒരു നമ്മുടെ ക്ലാസ് റൂം എന്നുള്ളത് എപ്പോഴും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്ലാസ് റൂമായിരിക്കും. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പ്രത്യേകത, അവധി ദിവസങ്ങളിൽ പോലും കുട്ടികൾ സ്കൂളിൽ വരാൻ സാഹചര്യം പിടിക്കുന്നു എന്ന് പാരൻസ് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചൈൽഡ് ഫ്രണ്ട്ലി ഒക്കെ ഉള്ളത് പരസ്യവാചകത്തിൽ ഒതുങ്ങാതെ അത് ക്ലാസ്സിൽ നമ്മളിത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മാഷ് സിക്യു ക്ലാസ് റൂമുകളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഒരു ചൈൽഡ് ഫ്രണ്ട്ലി ക്ലാസ് റൂം ഈ സിക്യുവിൽ നിന്ന് അതിനെ മാഷ് എങ്ങനെയാണ് ഉദാഹരിക്കുക? അതെ, എനിക്ക് തോന്നുന്നു ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സംഗതി പ്രധാനമായിട്ടും ഈ ഒരു പ്ലേ വേ മെത്തേഡ് അവരവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണ്. കുട്ടികളെല്ലാം എപ്പോഴും എനർജറ്റിക്കാണ്, അവർ പ്രവർത്തനത്തിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയും വെറുതെ ഇരിക്കുന്നില്ല. മറ്റൊരു സവിശേഷത, ടീച്ചർ ഈ എല്ലാ കുട്ടികളെയും വിലയിരുത്തുന്നുണ്ട്. അതായത് ശരിക്കും കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് വാല്യുവേഷൻ പറയുന്നുണ്ട്, SCRT NCRT ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് പലയിടത്തും പ്രാവർത്തികമാകുന്നില്ല. പക്ഷെ ഇവിടെ ഒരു 9 കുട്ടികൾക്ക് ഒരു ടീച്ചർ ആയതുകൊണ്ട് തന്നെ അവർ 3 ടീച്ചർമാരും അറ്റ് എ ടൈമിന് ക്ലാസ്സിലുണ്ടാകുന്നുള്ളതുകൊണ്ട് തന്നെ 2 പേര് കുട്ടികളെ ഒബ്സർവ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും അവർക്ക് സമയം കിട്ടുന്നുണ്ട്. ഒരു ടീച്ചറെ ഇനിഷ്യേറ്റീവ് ആയിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത്, പ്രവർത്തനങ്ങൾ കൊടുക്കുമ്പോൾ തന്നെ. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും പരിമിതികൾ കണ്ടെത്താനും, കുട്ടികളുടെ പരിമിതി കണ്ടെത്താനും അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകാനും കഴിയുന്നത് ഒരു മികച്ച കാര്യമായിട്ടാണ്.